കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് സ്റ്റീൽസിന് കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയായ MSTC ലിമിറ്റഡിലെ മാനേജ്മെൻറ്റ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 37 സ്ഥിരം ഒഴിവുകളാണുള്ളത്. ജനറൽ കാറ്റഗറിയിലേക്ക് 14, ജനറൽ സ്ട്രീമിലേക്ക് 14 വേക്കൻസികളും ഫൈനാൻസ് സ്ട്രീമിലേക്ക് 23 വേക്കൻസികളുമാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2020 നവംബർ 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. എല്ലാ ഡീറ്റെയിൽസും www.mstcindia.co.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. ജനറൽ സ്ട്രീമിലുള്ള ജനറൽ കാറ്റഗറിയിലുള്ള 14 വേക്കൻസികളിൽ സിസ്റ്റംസ് 7 വേക്കൻസി, അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ MCA 60% മാർക്കോടെ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. CCNA പോലെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. അടുത്ത ഓപ്പറേഷൻ സെക്ഷനിലേക്ക് 4 വേക്കൻസികളുണ്ട്. അതിലേക്ക് PG അല്ലെങ്കിൽ ഡിഗ്രി, അത് ഹ്യൂമാനിറ്റീസിലോ സയൻസിലോ എഞ്ചിനീയറിംഗിലോ നിയമത്തിലോ ഉള്ളത് ആയിരിക്കണം. 60% മാർക്കോടെ ആയിരിക്കണം പാസ്സായിരിക്കുന്നത്. PG ഡിപ്ലോമ, അത് മാർക്കറ്റിങ്ങിലോ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ ഇൻഡസ്ട്രിയൽ ട്രേഡിലുള്ളത് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. അടുത്ത പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ 2 വേക്കൻസികളാണുള്ളത്. അതിലേക്ക് നേരെ പറഞ്ഞ ഡിഗ്രിയാണ്. ഡിഗ്രി അല്ലെങ്കിൽ PG ഹ്യൂമാനിറ്റീസിലോ സയൻസിലോ എഞ്ചിനീയറിംഗിലോ ലോയിലോ ഉള്ളവർക്ക് 60% മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും. അവർക്ക് PG ഡിപ്ലോമ ഹ്യൂമാനിറ്റീസ് HR അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ ഉള്ള ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. അടുത്ത ലോ സെക്ഷനിലേക്ക് 1 വേക്കൻസിയാണുള്ളത്. LLB അല്ലെങ്കിൽ LMM 60% മാർക്കുടെ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫൈനാൻസ് ടീമിൽ 23 വേക്കൻസികളാണുള്ളത്. CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MBA ഫൈനാൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ കമ്പനിയിലോ ടാക്സേഷനെ കുറിച്ചുള്ള നോളജ് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷനാണെന്ന് മനസ്സിലാക്കുക. ഉയർന്ന പ്രായത്തിൽ പറഞ്ഞിട്ട് 28 വയസ്സാണ്. SC STക്കാണ് 5 വർഷവും, OBC നോൺ ക്രീമിലേക്ക് 3 വർഷവും കൂടി ഉയർന്ന പ്രായത്തിലേക്ക് ഇളവ് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർ 5 വർഷം കമ്പനിയെ സെർവ് ചെയ്യുന്ന ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാവാം. കേരളത്തിൽ അതിന് തിരുവനന്തപുരം എക്സാമിനേഷൻ സെൻ്റർ ആണെന്ന് കാര്യം മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC SCക്കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവരും ഫീസ് കൊടുക്കണം. www.mstcindia.co.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാൻ കഴിയും. താങ്ക് യു.